റിസ്ക് ബെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റിട്ടേൺ ഫിക്സഡ് ആയി വേണമെന്നുണ്ടെങ്കിൽ ദെൻ ബെറ്റർ യു ഗോ ഫോർ ആൻ എംപ്ലോയ്മെന്റ്. താങ്കളുടെ ഓഫീസിലേക്ക് ഒരു പേരന്റ് വരാന്ന് വിചാരിക്കാം. പേരന്റിന് കൂടെ ആരുണ്ട്? മകൻ ഓർ മകളുണ്ട്. അപ്പൊ അവര് ഇങ്ങനത്തെ ഒരു ആശയങ്ങളൊക്കെ പറയാണ്. നല്ല വിശ്വാസമുള്ള നിങ്ങളുടെ ക്ലൈന്റ് തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ മകൻ ഇങ്ങനത്തെ ഒരു ആശയമുണ്ട്, പഠിച്ചിറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവന് ബിസിനസ് ആണോ ജോബാണോ എന്ന് ചോദിച്ചാൽ അവിടെ എന്തായിരിക്കും ആസ് എക്സ്പേർട്ട് എന്ന ലെവലിൽ എന്ത് ചെയ്യാം ഒരു സജഷൻ അവർ കൊടുക്കുക? അവരെ ബിസിനസ് ഐഡിയ അത്രയും ഇന്നോവേറ്റീവ് ആണ്, അത് മാർക്കറ്റിൽ ഫെച്ച് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ സേ ഗോ ഫോർ ദ ബിസിനസ്. ബിക്കോസ് ബിസിനസ്സിന് ഉറപ്പായിട്ടും ഇന്ന് ഇന്ത്യയിൽ നല്ല ഫെച്ചിങ് ഉണ്ട്. നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഉറപ്പായിട്ടും ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് പക്ക ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ് കറക്റ്റ് അവിടെ സെറ്റ് ചെയ്തിരിക്കണം. എന്താവണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, എത്ര എമൗണ്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ, എത്ര ടൈം പീരീഡ് എടുക്കും നമ്മൾ മാർക്കറ്റിൽ ക്യാപ്ചർ ആവാൻ, ഇങ്ങനത്തെ പക്ക മാർക്കറ്റ് സ്റ്റഡി അവിടെ നടത്തണം. പക്ഷേ റിസ്ക് ബെയർ ചെയ്യാൻ അയാൾ റെഡി ആയിരിക്കും. അതാണ് കാരണം. മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ആണ്. എന്തും ഏതും സംഭവിക്കാം. ഒരു കോവിഡ് വന്നപ്പം എല്ലാവരും തീർന്നു, വീട്ടിലിരിക്കേണ്ട അവസ്ഥ. അപ്പം എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ബെയർ ചെയ്യാനും അയാൾ റെഡി ആയിരിക്കും. അതല്ല ഞാനൊരു ഐഡിയ കൊണ്ടുവന്നു, ആ ഐഡിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിടാം, പക്ഷെ എനിക്ക് റിസ്ക് ബെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റിട്ടേൺ ഫിക്സഡ് ആയി വേണമെന്നുണ്ടെങ്കിൽ ദെൻ ബെറ്റർ യു ഗോ ഫോർ ആൻ എംപ്ലോയ്മെന്റ്.